പാലക്കാട് പിഷാരടി തോൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് വലിയ റീച്ചായിരുന്നു. ഏതാണ്ട് 1,00,000 പേര് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പല വീഡിയോകളുടെ ഇടക്കും ഞാൻ പിഷാരടിക്ക് ജയസാധ്യതകളുണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞിരുന്നു. അത് ഏറ്റവും ആദ്യത്തെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആ പറയാനുള്ള റീസൺസൊക്കെ തന്നെയുണ്ട്. കാരണം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 3-ാം സ്ഥാനത്തേക്ക് പോവുകയും 2-ാം സ്ഥാനത്തേക്ക് 43,000 വോട്ടുകൾ നേടിക്കൊണ്ട് 2-ാം സ്ഥാനത്തേക്ക് LDF വരികയും 1-ാം സ്ഥാനത്ത് കോൺഗ്രസ് തന്നെയാണ് നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിപ്പോൾ 49,000 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ 49,000 വോട്ടുകളുള്ളപ്പോൾ കേവലം 6,000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത് തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം. അതിൻ്റെ സാഹചര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ചാനലിലൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ചാനലിൽ നമ്മൾ കുറേ കൂടി ചാനൽ ഡെവലപ്പ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടിട്ട് നമ്മളൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ 1-ൽ 179 രൂപയാണ് മാസം. അതുപോലെ ലെവൽ 2-ൽ 359 രൂപയാണ്. ഈ മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ടിട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നത് സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടിപ്പുറത്ത് തന്നെ ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് എടുക്കാം. എടുത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. ചില വീഡിയോകൾ നേരത്തെ കാണാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി അതല്ല, ഒരൊറ്റത്തവണയായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ താഴെ GPay നമ്പറും അതുപോലെ തന്നെ താഴെ നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറും ഒക്കെ ഡീറ്റെയിൽസും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ സാമ്പത്തികമായി അത്തരത്തിലുള്ള സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് അതുകൂടി ചെയ്യാം. കാരണം ഇവിടെ വിള്ളൽ ഒരു പെൻസിൽ വര വിള്ളലാക്കുന്ന ലെവലിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം നടത്തില്ല എന്നും വളരെ സത്യസന്ധമായി യാതൊരു അജണ്ടകളുമില്ലാതെ നിഷ്പക്ഷമായിട്ട് തന്നെ കാര്യങ്ങൾ നിങ്ങളോട് പറയും എന്നുമുള്ള ഒരു ഉറപ്പ് മാത്രമാണ് നൽകാൻ കഴിയുന്നത്. നമുക്ക് പണം കിട്ടണമെങ്കിൽ മറ്റു പല ഓഫറുകളൊക്കെ ഉണ്ട്. പല ബിസിനസ് ഹൗസുകൾ നമ്മുടെ അടുത്ത് പരസ്യത്തിന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ അടുത്ത് വന്നിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പല വർക്കുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ ഈ യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നതിന് വേണ്ടി ഒരാളുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രം ഇത് ചെയ്യാം. അല്ലാത്തവരൊക്കെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടും താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, പാലക്കാട് ഇത്തവണ പിഷാരടി ജയിക്കും എന്ന് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. പാലക്കാട് പിഷാരടി തന്നെ ജയിക്കാനാണ് സാധ്യത. അത് എന്ന് പറയുന്നത് പാലക്കാടിലുള്ള ഒരു സവർണ വിഭാഗങ്ങളുടെ വോട്ടുകളൊക്കെ തന്നെ പിഷാരടിക്ക് കിട്ടും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമെങ്കിൽ, രണ്ടാമത്തെ കാര്യം വളരെ നിഷ്പക്ഷമായിട്ടുള്ള നിരവധി ആളുകളുടെ വോട്ടുകൾ കൂടി പിഷാരടിക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞാൽ പിഷാരടി കുറച്ചുകൂടി ഒരു സോഫ്റ്റായിട്ടുള്ള സംസാരമുള്ള ഒന്നിനോടും അഗ്രസീവായി പ്രതികരിക്കാത്ത ഒരാളാണ് എന്നൊക്കെ പറയുന്ന, പിന്നെ ഒരു കൊമേഡിയനാണ് എന്നൊക്കെ പറയുന്ന ചില പ്രിയമൊക്കെ തന്നെ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൊണ്ട് തന്നെ പിഷാരടി ഇവിടെ ജയിക്കില്ലായിരുന്നു. അവിടെ യഥാർത്ഥത്തിൽ NMR റസാഖിന് ജയിക്കാനുള്ള വലിയ സാധ്യത ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു റാവുത്തർ ഫാമിലിയിൽ നിന്നാണ്, വലിയ ബിസിനസ് ഗ്രൂപ്പിൽ നിന്നാണ്. അപ്പോൾ അത്തരത്തിൽ സാധാരണ അന്യതാ UDFന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിം വോട്ടുകളിൽ ഒരു വിള്ളലുണ്ടാക്കി ഒരു 5,000 10,000 വോട്ടുകൾ NMR റസാഖ് മേടിച്ചാൽ അവിടെ യഥാർത്ഥത്തിൽ ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ അതിനെല്ലാം മറികടക്കുന്ന രീതിയിൽ ഒരു മുസ്ലിം വോട്ട് ബാങ്കുകളുടെ കൺസോളിഡേഷൻ കുറേയെങ്കിലും ഉണ്ടാക്കാനായിട്ട് യഥാർത്ഥത്തിൽ അവിടെ UDFന് കഴിഞ്ഞിരുന്നു. കാരണം CPMനെതിരായിട്ട് അത്തരത്തിലുള്ളൊരു ഡീൽ ആരോപണമൊക്കെ ഉന്നയിച്ചുകൊണ്ട് അത് കുറച്ചുകൂടി ഫലപ്രദമായി അവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. അങ്ങനെ കഴിഞ്ഞതുകൊണ്ട് തന്നെ പാലക്കാട് പിഷാരടിയിലേക്ക് ആ മുസ്ലിം കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള വോട്ട് ബാങ്ക് ആകെ തന്നെ പോകും. അങ്ങനെ ആകെ തന്നെ പോയാൽ പിന്നീട് ചെറിയ ഒരു വോട്ട് പെർസെൻറ്റേജ് കൂടി മതി അദ്ദേഹത്തിന് അവിടെ ജയിക്കാൻ. അത് പാലക്കാട് നഗരസഭയിൽ നിന്നൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും UDFന് കിട്ടുന്ന വോട്ടുകൾ കൂടി മതിയാവും. ഇതിനേക്കാളെല്ലാം ഉപരി അവിടെ വലിയ തോതിലുള്ള ഒരു ഗുണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിഷാരടിക്ക് BJPയുടെ പിന്തുണ, BJP ലോക്കൽ നേതൃത്വത്തിൻ്റെ പിന്തുണ കിട്ടി എന്നുള്ളതാണ്. BJPയുടെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ പിന്തുണ പൂർണ്ണമായിട്ടും തന്നെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നില്ല എന്നും ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളുടെ നമ്പർ അവിടെ വളരെ കൂടുതലാണെന്നൊക്കെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. യഥാർത്ഥത്തിൽ BJPയുടെ കോർ കമ്മിറ്റി മെമ്പറായിട്ടുള്ള C കൃഷ്ണകുമാർ, അദ്ദേഹം ഇത്തവണ മലമ്പുഴയിൽ മത്സരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ കൗൺസിലറാണ് എന്നുള്ളത് നമുക്കറിയാം. ആ ഭാര്യ കൗൺസിലറായിട്ടുള്ള അവരൊക്കെ തന്നെയാണ് അവിടുത്തെ ഒരു ഗ്രൂപ്പിനെ തന്നെ വലിയ തോതിൽ ലീഡ് ചെയ്യുന്നത്. ആ ഗ്രൂപ്പിൻ്റെയൊക്കെ ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ വോട്ട് കിട്ടരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ചില ഭാഗങ്ങളിലേക്ക് രമേശ് പിഷാരടി കടന്നു വന്നപ്പോൾ
തടയാൻ തയ്യാറായത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതും ഒരു കൗൺസിലറുടെ നേതൃത്വത്തിലാണ്. വളരെ വീറോടും വാശിയോടും കൂടി അവർ തടയുകയും ഇങ്ങോട്ട് കയറാൻ കഴിയില്ല എന്ന് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കാവുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ, ഇതൊക്കെ പൊതുജനങ്ങൾ അറിഞ്ഞ, പബ്ലിക്കലി കേരളം മുഴുവൻ അറിഞ്ഞ പ്രശ്നങ്ങളാണ്. ഇതുപോലെ അറിയാത്ത നിരവധി പ്രശ്നങ്ങൾ ശോഭാ സുരേന്ദ്രനെതിരെ അവിടെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിലുള്ള വോട്ടുകളിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായി. ഞാൻ വിചാരിക്കുന്നില്ല 18,840 വോട്ടുകൾക്കാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നത്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന് ചിലരൊക്കെ നമ്മുടെ വീഡിയോകളുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്ന കേൾക്കാൻ ഞാൻ രാഹുൽ മാങ്കൂട്ടം തോക്കുമെന്ന് പറഞ്ഞിരുന്നു എന്ന്. ഞാൻ തോക്കുമെന്ന് പറയുകയല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ 18,600 വോട്ടിലധികം നേടി രാഹുൽ മാങ്കൂട്ടം ജയിക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾ അറിയേണ്ടത് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പോസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ അതിൽ പോസ്റ്റായി അത് കിടക്കുന്നുണ്ട്. ആ 18,840 വോട്ടുകൾ, അതായത് ഞാൻ പറഞ്ഞതിനേക്കാൾ 240 വോട്ടുകൾ മാത്രം കൂടുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ ഭൂരിപക്ഷം ഇത്തവണ അവിടെ പിഷാരടിക്ക് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ BJP-യിൽ നിന്ന് കുത്തനെ വോട്ടുകൾ മറിഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ കിട്ടാനുള്ളൊരു സാധ്യതയില്ല. വലിയ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. NMR റസാഖും അവിടെ ഗംഭീരമായി പോരാടിയിട്ടുണ്ട്. അവിടെ ഞാൻ വിചാരിക്കുന്നില്ല ഇത്തവണ CPM-ൻ്റെ വോട്ടുകൾ താഴേക്ക് പോകുമെന്നുള്ളത്. പക്ഷേ മുസ്ലിം കൺസോളിഡേഷൻ അവിടെ രമേശ് പിഷാരടിക്ക് അനുകൂലമായി, UDF-ന് അനുകൂലമായി ഉണ്ടാവുകയും അത് ഷാഫിയുടെയൊക്കെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഒരു പദ്ധതി വളരെ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു. ഷാഫിയെ കണ്ടുകൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ രമേശ് പിഷാരടിക്ക് വോട്ട് ചെയ്തേക്കുന്നത്. ഷാഫിയുടെ കാൻഡിഡേറ്റ് എന്നുള്ള നിലക്കാണ്. അത് കഴിഞ്ഞ തവണയും രാഹുൽ മാങ്കൂട്ടത്തിലും അങ്ങനെ തന്നെയാണ് കിട്ടിയത്. കൂടാതെ ഇത്തവണ അവിടെ ഒരു സവർണ ഹിന്ദു വിഭാഗത്തിൻ്റെ വോട്ടുകളൊക്കെ തന്നെ BJP-ക്ക് സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളൊക്കെ തന്നെ പിഷാരടിക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രൻ ഒരു കാരണവശാലും ജയിക്കരുത് എന്നുള്ളത് BJP-ക്കകത്തുള്ള കോർ ഗ്രൂപ്പൊക്കെ തന്നെ വിചാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും ഇവരെ കൊണ്ട് 15,000 രൂപ 5,000 രൂപ കൊടുത്ത് പണം വിതരണം നടത്തിയിരുന്നു ശോഭാ സുരേന്ദ്രൻ. ആ പണം വിതരണം നടത്തിയത് കയ്യോടെ പിടിക്കപ്പെട്ടിരുന്നു. ആ പിടിക്കപ്പെട്ടത് പോലും യഥാർത്ഥത്തിൽ ഉള്ളിൽ നിന്ന് ആളുകൾ ഒറ്റിക്കൊടുത്തിട്ടാണ്. ഇത് പറയുമ്പോൾ നിങ്ങളാരും വിചാരിച്ചു ശോഭാ സുരേന്ദ്രൻ നിരപരാധിയാണ്, അത് പണം കൊടുത്തിട്ടില്ല എന്നൊന്നും വിചാരിച്ചു. ഇത് പണം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അത് പിടിക്കപ്പെട്ടത് ഇവരുടെ ഉള്ളിൽ നിന്നുള്ള ആളുകൾ കൂടി ഇവരെ ഇൻഫോം ചെയ്തത് കൊണ്ടാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അതുപോലെ പിഷാരടിയെ തടഞ്ഞതുമൊക്കെ തന്നെ വലിയ വിവാദമായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം നേടിയ ഭൂരിപക്ഷം പിഷാരടിക്ക് കിട്ടില്ല. പക്ഷേ ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും പിഷാരടി ജയിക്കാനാണ് സാധ്യത. പക്ഷേ NMR റസാഖ് വലിയൊരു അസറ്റായി അവിടെ CPM-ൻ്റെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒന്നുകൂടി ശ്രമിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലക്കാട് 3-ാം സ്ഥാനത്തുള്ള LDF-നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്, ഒരു സ്വതന്ത്ര പരീക്ഷണം കൂടിയാണ് എന്നുള്ളത് പറഞ്ഞു വെക്കട്ടെ. പക്ഷേ ഇത്തവണ അവിടെ പിഷാരടി ജയിക്കും.